തൃശൂരിലെ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പ്രതികൾ റിമാൻഡിലായിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മജിസ്ട്രേറ്റ് ദീപാ മോഹനന്റെ വീട്ടിലെത്തിച്ചാണ് പ്രതികളെ ഹാജരാക്കിയത്. വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂരുണ്ട്. ശരത്ത്, രാവിലെയൊക്കെ തെളിവെടുപ്പും ഫോറൻസിക് പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റ് നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടല്ലേ? വൈകിട്ട് 6:30 കൂടിയിട്ടാണ് ഇരിങ്ങാലക്കുട കോടതി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ദീപാ മോഹന്റെ വീട്ടിൽ പ്രതികളെ ഹാജരാക്കിയത്. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്കായിട്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. അതേസമയം പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തില് മൃതദേഹാവശിഷ്ടങ്ങൾ നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യും. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ കെ എസ് ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ സാമ്പിളുകൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ DNA പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോണുകളും CDR വിവരങ്ങളും പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. 4 വർഷത്തിലേറെ പഴക്കമുള്ള കേസുകളായതുകൊണ്ട് CDRൽ നിന്ന് കോൾ ഡീറ്റെയിൽസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. അതിനോടൊപ്പം തന്നെ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ അനീഷിന്റെയും ഭവിന്റെയും ലൈംഗിക ശേഷിയും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. അനീഷ മുമ്പ് ഗർഭിണിയായിരുന്നതായും പ്രസവിച്ചതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ആദ്യം അനീഷയുടെ വീട്ടിലാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം നടത്തിയ ഭവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. എന്തായാലും കൂടുതൽ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയെന്ന് തന്നെയാണ് ഹർഷ, വിനിഷ. ഏതായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കുന്നുണ്ട്. 2 നവജാത ശിശുക്കൾ കുഞ്ഞുങ്ങളാണ് ലോകത്തേക്ക് പിറന്നു വീണ് ഈ ലോകത്തെ പോലും കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെയാണ് അച്ഛനും അമ്മയും അതിദാരുണമായി കൊലപ്പെടുത്തിയത്. ഏതായാലും സംഭവത്തിന്റെ നിജസ്ഥിതിയൊക്കെ പോലീസ് അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞു വരട്ടെ. നമുക്ക് പോസ്റ്റ്മോർട്ടമാണ്, അതിനുശേഷം DNA പരിശോധനയൊക്കെ ഉണ്ട്. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോവുകയാണല്ലേ? യെസ്.